ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആഹാ, ഇവിടെ വന്നിരിക്കായിരുന്നോ? എന്തു പറ്റി? മൂക്കൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഓ, ഞാൻ കമ്പനിയുടെ തലപ്പത്ത് വരുന്നത് ഇഷ്ടായില്ല അല്ലേ? ഒരാൾക്കൊരു നല്ലത് വരുമ്പോ സന്തോഷിക്കല്ലേ ഐശ്വര്യ വേണ്ടത്? ഹാ, ഇനി അങ്ങനെ എന്തെല്ലാം ഈ അനസൂയക്ക് കിട്ടാനിരിക്കുന്നു. നിനക്കിതൊന്നും ഇഷ്ടമാവില്ല എന്നാണെങ്കിൽ നീ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പൊക്കോ. നീ എന്താ കരുതിയിരിക്കുന്നെ? അർജുനേട്ടനെ പറ്റിച്ച് ഇവിടെ കേറി കൂടിയാ എല്ലാം നിന്റെ കാൽ കീഴിലാവുമെന്നോ? അത് നിന്റെ തെറ്റിദ്ധാരണയല്ല, മണ്ടത്തരാ. നിന്നെ ഇവിടുന്ന് പുകച്ച് പുറത്തു ചാടിക്കാൻ എനിക്ക് നല്ല പോലെ അറിയാം. അതിന്റെ തുടക്കാ ഇതൊക്കെ. നിന്റെ ഈ താൽക്കാലിക വിജയത്തില് നീ ആവശ്യത്തിന് സന്തോഷിച്ചോ? പക്ഷേ ഒന്ന് നീ ഓർത്തു വെച്ചോ, നീ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച മുതല് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. അതിന്റെ പേരേ അർജുൻ എന്നാ. അർജുൻ അർജുൻ. ഇപ്പൊ നിനക്ക് കിട്ടുന്നതും ഇനി നീ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും അതെല്ലാം അതിന്റെ താഴെ നിൽക്കൂ. ഇന്നല്ലെങ്കിൽ നാളെ ഈ കമ്പനിയൊക്കെ എന്റേതേ ഈ കയ്യിലോട്ട് വരും. അന്ന് ഞാൻ നിന്നെ തൂക്കിയെടുത്ത് വെളിയിലോട്ട് കളയും. അമ്മാവന്റെ മകളേക്കാൾ ഒരു പടിയല്ല, കുറെ പടികളുടെ മുകളിലാണ് ഭാര്യയുടെ സ്ഥാനം എന്ന് നീ ഓർത്തു വെച്ചോ. നീയേ ഈ അഹങ്കാരത്തോടെ പറയുന്ന ഈ ഭാര്യാപട്ടം പോകാൻ അധിക സമയമൊന്നും വേണ്ടടി. അർജുനേട്ടന്റെ മനസ്സ് നിന്നെ മടുത്തു തുടങ്ങിയെന്ന് അറിയുന്ന നിമിഷം ഒരു വെള്ളപ്പേപ്പർ ഒപ്പിട്ട് വാങ്ങുന്നുണ്ട് ഞാൻ. ഓ, പിന്നെ നിന്റെ ജീവിതം കുടുംബ കോടതിയുടെ വരാന്തയില. അന്ന് ഞാനും ഉണ്ടാവും അവിടെ, അർജുനേട്ടനെ ആശ്വസിപ്പിക്കാനും നിന്റെ തല താഴ്ന്നു നിൽക്കുന്നത് കാണാനും. നീ മുഖാന്തരം അങ്ങനൊരവസ്ഥ എനിക്കുണ്ടായാൽ കുടുംബ കോടതിയിലേക്കായിരിക്കില്ല ഞാൻ പോകുന്നത്, നേരെ ജയിലിലോട്ടാവും. പേടിക്കണ്ട, നിന്നെ കൊന്നിട്ടല്ല, എന്റെ ഭർത്താവിനെ കൊന്നിട്ടായിരിക്കും. ദേ, ഞാനല്ലാതെ വേറെ ഒരുത്തിയും അയാളുടെ ജീവിതത്തിൽ വേണ്ട. നീ എന്താ കരുതിയിരിക്കുന്നേ? ഞാൻ ഇവിടുന്ന് പോയാലുടൻ സാറ് നിന്നെ കയറി പ്രേമിക്കുമെന്നോ? ഇങ്ങനെ കുറെ മണ്ടത്തരം നീ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടല്ലേ. ഞാൻ പോയി കഴിഞ്ഞാൽ അർജുനേട്ടൻ ഒരു 100 കൊല്ലം ഒറ്റയ്ക്ക് ജീവിച്ചാലും ശരി, ദേ നിന്നെ പോലെ ഒരെണ്ണത്തിന് പുള്ളിയെടുത്ത് തലയിൽ വെക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര മണ്ടനല്ല അർജുൻ സാറ്. എന്റെ കരുതലും മണ്ടത്തരൊക്കെ അവിടെ നിൽക്കട്ടെ. നീ എന്താ കരുതിയിരിക്കുന്നെ? ഉള്ള കാലം മുഴുവൻ നീ അർജുനേട്ടന്റെ ഭാര്യയായി ഇവിടെ ജീവിക്കാന്ന് കരുതിയോ? എന്നാ അതാണ് ഞാൻ കരുതുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം. അർജുനേട്ടനോടൊപ്പം ജീവിച്ച് ഏട്ടന്റെ മക്കളെയും പ്രസവിച്ച് വളർത്തി നീ ഭാര്യയായോ അമ്മയായോ ഒക്കെ ഇവിടെ വിലസുന്നത് സ്വപ്നം കണ്ട് ജീവിക്കാണോ നീ? അത് സ്വപ്നമായിട്ട് എന്നെ തുടരും. അത് നിനക്ക് എന്നെ കുറിച്ച് അറിയാത്തോണ്ടാ. ഈ പ്രസവിക്കാനും അമ്മയാവാനും മക്കളെ വളർത്താനും ഇതൊന്നും എനിക്ക് താല്പര്യമില്ല. 8-9 മാസം വയറ്റിലും ചുമന്ന് അതിനെ പ്രസവിച്ച് പഠിപ്പിച്ച് വളർത്തി വലുതാക്കി വിവാഹം കഴിപ്പിച്ച് അവർക്ക് കുഞ്ഞുങ്ങളായി മുത്തശ്ശിയായി മരിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയുടെ റോൾ അല്ല എന്റേത്. അങ്ങനെയൊക്കെ നോക്കുമ്പോ നിനക്ക് വലിയൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു സറോഗേറ്റ് അമ്മയാവാൻ ഒരാളെ വേണ്ടി വരും. ആവേശം വേണമെങ്കിൽ നീ കെട്ടിക്കോ. മക്കളെ പ്രസവിച്ചൊക്കെ തന്നിട്ട് നീ സ്ഥിരമായിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്നോ. പക്ഷെ എന്റെ മക്കളുടെ അമ്മ എന്നുള്ള പരിഗണനയും സ്നേഹവും നീ ഒരിക്കലും എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തതെന്നേ ഉള്ളൂ.
നിങ്ങളെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? വാ. വാ. ഞങ്ങള് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോയതാ. അതിന് ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. ഞാൻ നിന്നെ കാത്തിവിടെ നിന്നത് വേറൊരു കാര്യം പറയാനാ. നീ അകത്തേക്ക് ചെല്ല്. നിനക്ക് ഞാനൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നിനക്ക് സർപ്രൈസ് തരുന്നു എന്ന് പറഞ്ഞിട്ടും നിന്റെ മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ. ചിരിക്കടാ ഒന്ന്. നീ അകത്തേക്ക് ചെല്ല്. നീ എന്താ ഇങ്ങനെ അമ്പരന്ന് നോക്കി നിൽക്കുന്നേ? നിനക്കിവിടെ എന്താ കാര്യം? നീ ചുറ്റിക്കറങ്ങി ക്ഷീണിച്ചു വന്നതല്ലേ? നിന്റെ അമ്മ ഔട്ട് ഹൗസിൽ കാണും. അങ്ങോട്ട് ചെല്ല്. മോനെ, പാനിപ്പൂരി ഇഷ്ടമല്ലേ നിനക്ക്? ഇഷ്ടമായതുകൊണ്ടാണല്ലോ വൃത്തിയില്ലാത്ത സ്ഥലമായിട്ടും നീ അവിടുന്ന് കഴിച്ചത്. നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ നീ നിന്റെ നിലവാരത്തിനുള്ള കടയിൽ പോണം. അതെങ്ങനെയാ? അങ്ങനെ ഒരു നിലവാരവും ഇല്ലാത്ത ആളുകളോടല്ലേ നിന്റെ സംസർഗം. അവള് കൂടെയുള്ളത് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ റോഡിൽ കിടന്ന് അടി വാങ്ങുമായിരുന്നു.